ഹായ് ഹലോ. ഇന്നെന്തായാലും അപ്രതീക്ഷിതമായിട്ടൊരു ഓഫർ കിട്ടിയിരിക്കുന്നത്. മാമി, രണ്ടാമത്തെ മാമി KFC വിളിച്ചേക്കാണ്. അപ്പം ഞാനും എൻ്റെ മക്കളും കൂടെ പോകാൻ പോകും. അവിടെ ചെന്നിട്ട് ബാക്കി വീഡിയോ നമുക്ക് എടുക്കാം കേട്ടോ. കിട്ടിയ അവസരം ഒന്നും പാഴാക്കരുത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി റോട്ടിൽ കയറി നിൽക്കുകയാണ്. ഞാനുണ്ട്, എൻ്റെ 3 മക്കളുണ്ട്, എൻ്റെ കുഞ്ഞമ്മയുടെ മോളും അവളുടെ മോനും ഉണ്ട്. അപ്പോഴത്തേക്ക് അവർ കാറിലാണ് വരുന്നത്. അപ്പോൾ രാജകുമാരിയിൽ പോയിട്ട് ഫുഡ് അടിക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. ഫുഡല്ല, KFC ആണ് കേട്ടോ. KFC അല്ല, RFC. അപ്പോൾ അങ്ങനെ നമ്മളോട് റോഡിലോട്ട് കയറി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ റോഡിലോട്ട് കയറി നിന്നപ്പോഴത്തേക്ക് പോണവരൊക്കെ ചോദിച്ചു, നിങ്ങളെന്താ ഈ രാത്രിയിൽ ഇവിടെ കയറി നിൽക്കുന്നത് പറഞ്ഞ് ഒരാൾ വരാനുണ്ട്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് റോട്ടിൽ നിന്ന് ഇറങ്ങി വെളിയിലോട്ട് മാറി നിന്നു. അപ്പോൾ ഇതെൻ്റെ കുഞ്ഞമ്മേരെ മോനാണ്, അഭിനവ് എന്നാണ് അവൻ്റെ പേര്. ഇപ്പോഴും അവനും എൻ്റെ മോനോടെ +1 പഠിക്കുകയാണ്. ഇവരെ അറിയാമല്ലോ, പിന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അങ്ങനെ മാമിയുണ്ട്, മാമിയുടെ മോനുണ്ട്. എൻ്റെ മോനാണെങ്കിൽ അങ്ങ് മാറിക്കളഞ്ഞു. മൂത്ത മോൻ വീഡിയോ എടുക്കുന്നതൊന്നും അവന് ഇഷ്ടമല്ല. അങ്ങനെ നമ്മൾ ആർത്തുല്ലസിച്ച് ഇങ്ങനെ പോവുകയാണ് രാജകുമാരിയിലോട്ട്. അപ്പം രാജകുമാരി ചെന്നപ്പോഴാണ് അറിയുന്നത് അവിടെ RFC കഴിഞ്ഞു പോയെന്ന്. കാരണം ഒരുപാട് പേര് ഓർഡർ ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് പോയിരിക്കുന്നു, അതുകൊണ്ട് കഴിഞ്ഞു പോയെന്ന്. അങ്ങനെ എന്തായാലും മാമി ചെന്ന് കയറി പറഞ്ഞു, അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യൂ, ഇപ്പം നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. എന്തായാലും ഇറങ്ങിയതല്ലേ, RFC കഴിച്ചിട്ടേ പോകൂ എന്നായി നമ്മൾ. അങ്ങനെ എന്തായാലും നമ്മൾ അതിനകത്തോട്ട് കയറിയിരുന്നു. വെളിയിലിരുന്ന് കാറ്റുള്ളുന്നതിനെക്കാട്ടിയും എന്തുകൊണ്ടും നല്ലത് അകത്ത് കയറിയിരുന്നു AC-യുടെ സുഖം അനുഭവിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്തായാലും അകത്ത് കയറിയിരുന്നിട്ട് ഇത് കണ്ടോ നമ്മൾ ചെയ്യുന്നത്. ലേസ്, പിള്ളേർ പോയി ലേസ് വാങ്ങിച്ചുകൊണ്ട് വന്നു. ലേസ് എന്തായാലും ലേസും കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലേസൊക്കെ കഴിച്ചു. നമ്മളിങ്ങനെ ഇരുന്നു. അപ്പം ഓർഡർ ചെയ്ത സാധനം അരമണിക്കൂറിനകം എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് കിട്ടി. നമ്മൾ അപ്പോൾ എവിടെ കൊണ്ടുവച്ച് കഴിക്കുന്നപ്പോൾ മാമി പറഞ്ഞു മാമിയുടെ വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞു. നമ്മൾ നേരെ വണ്ടി മാമിയുടെ വീട്ടിലോട്ട് വിട്ടു. ഇതാണ് ഐറ്റംസ്, ഇത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പൊളിച്ചടുക്കി എല്ലാവരും കൂടെ വളരെ ഹാപ്പിയായി നമ്മളവിടെ എൻജോയ് ചെയ്ത് കഴിച്ചു. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കേട്ടോ ഇങ്ങനെ ഒരു ഓഫർ നമുക്ക് മാമി തന്നത്. അപ്പം മാമിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അപ്പം ഒരുപാട് നാളായി കേട്ടോ ഒരു RFC ഒക്കെ തിന്നിട്ട്. അപ്പം വെളിയിലോട്ടൊന്നും പോകാത്തതുകൊണ്ടാണ്. ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മളെവിടെയും കൊണ്ടു. പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് അങ്ങനെയൊന്നും വെളിയിലോട്ട് ഇറങ്ങി ഇങ്ങനെ RFC ഒന്നും കൂടി വന്ന ഒരു ഷാർജ നമ്മൾ കഴിക്കും, അത്ര തന്നെ. അല്ലാതെ RFC ഒന്നും നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയാൽ കഴിക്കാറേ ഇല്ല. അപ്പോൾ പിള്ളേരും ഹാപ്പി, എല്ലാവരും ഹാപ്പി, അവരും ഹാപ്പി, നമ്മൾ ഹാപ്പി. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ. സിനി സന്തോഷ്.